നമസ്കാരം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് വന്നൊരു ടോപ്പിക് സജഷനാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്ന്. ആദ്യം ഞാൻ വിചാരിച്ചപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പെ കുറിച്ച് ഞാൻ എന്ത് വീഡിയോ ചെയ്യാനാണ് എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു മെജോറിറ്റി സമയത്തും ലോങ് ഡിസ്റ്റൻസിലായി പോവുകയും ചെയ്തൊരു കപ്പിളാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ടല്ലോ എന്നുള്ള റിയലൈസേഷൻ എനിക്കുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു യെസ്, നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. ശരിയാണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതിപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് ആയാലും, അത് മാരേജ് കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും പേരൻസും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അത്ര നാച്ചുറൽ അല്ലാത്ത കുറേ കാര്യങ്ങൾ ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് കോംപ്ലക്സ്. അപ്പോൾ എങ്ങനെ അതിൽ കൂടെ നമുക്ക് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നാവിഗേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ആ റിലേഷൻഷിപ്പിലുള്ള ആളെ നമുക്ക് മിസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അതിപ്പോൾ പറയാതെ തന്നെ അറിയാം. ഈ ഒരു മിസ് ചെയ്യുക, നമുക്ക് ലോൺലി ആയിട്ട് ഫീൽ ചെയ്യാം. ഇതിന് തന്നെ സ്ത്രീകൾക്കൊരു വേർഷനും പുരുഷന്മാർക്കൊരു വേർഷനും ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവിൽ നല്ല വ്യത്യാസമുണ്ട്. പുരുഷന്മാർക്ക് പലപ്പോഴും ഈ ലോൺലി ആയി പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ മിസ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻ അവർ കുറച്ചും കൂടെ ഉള്ളിൽ കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ആ ഇമോഷൻസിനെ അവർ ഉള്ളിൽ വെക്കും. എന്നിട്ട് ഇതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഹോബീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് പുറമേ ഇതിന് ഒരു സ്പേസ് കണ്ടുപിടിച്ച് ഡിസ്ട്രാക്ഷനാണ് അവർ ബേസിക്കലി. എന്നുവെച്ചാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെ ആണെന്നല്ല, പക്ഷെ ഒരു മെജോറിറ്റി പുരുഷന്മാരും ഡിസ്ട്രാക്ഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കാറുള്ളത്. മറിച്ച് സ്ത്രീകൾക്ക് ഒരാളെ മിസ് ചെയ്യുമ്പോൾ, നമ്മുടെ പാർട്ട്ണറിനെ മിസ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ ആ ഒരു ഇമോഷനിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അവർക്കത് വെർബലൈസ് ചെയ്യണം, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പറയണം. എനിക്ക് ആ ഒരു ഫീലിംഗ് ലവ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് പറയണം. ഇത് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മിക്കപ്പോഴും ഒരു പാർട്ട്ണർ, കുട്ടികളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറും കുട്ടികളും ഒരു സ്ഥലത്തും മറ്റൊരു പാർട്ട്ണർ വേറൊരു കൺട്രിയിലോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റാത്തൊരു ദൂരത്തും ആകുമ്പോൾ ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആവാറുണ്ട്. അപ്പോൾ ചില സമയത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, ചില സമയത്ത് നമുക്ക് 2 കൈയോ അല്ലെങ്കിൽ 4 കൈയോ പോരാതെ വരും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനെന്ന് തോന്നുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ട്. ആ സമയത്താണ് നമുക്ക് പാർട്ട്ണർ കൂടെ ഇല്ലാത്തതിൻ്റെ ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ ഫീൽ ചെയ്യുക. എനിക്കറിയാം, ഇതൊരു മെജോറിറ്റി പ്രവാസികളുടെ ഭാര്യമാർക്കും കൃത്യമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമുക്ക് വേറെ എന്ത് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയോ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും, നമുക്ക് മെയ്ഡ് ഉണ്ടാവും, സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ടാവാം. പക്ഷേ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരില്ല എന്ന് പറഞ്ഞാലും ഈ പാർട്ട്ണർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ കൂടെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷെയറിംഗ് ഉണ്ടല്ലോ, അതില്ലാതെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ സങ്കടം, നിരാശ, അതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ കുട്ടികൾക്ക് സുഖമില്ലായിരിക്കും, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കാണും, നമുക്ക് പേരൻസിന് എന്തെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, ബാങ്കിൽ പോകണം, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാണും, അങ്ങനെ ടൂ മെനി കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ജോലി ഉണ്ടായിരിക്കും. ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലുണ്ടല്ലോ ചിലപ്പോൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നും. അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇതിലൊന്നും നേരിട്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ മക്കളെയും ഭാര്യയും ഫാമിലിയും ഒക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് അവിടെ ജോബിൻ്റെ പ്രഷറും ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഇത് പ്രോപ്പറായിട്ട് എന്നാൽ ഒട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങളെ ഇത്ര മിസ് ചെയ്യുന്നുണ്ട്, എനിക്കിത് ഈ ഇമോഷൻസ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഭാര്യയ്ക്കും കുട്ടികൾക്കൊന്നും വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിതിനെ വെർബലൈസ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കപ്പോഴും നമ്മളിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് സമാധാനത്തിനായിരിക്കും നാട്ടിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഇമോഷൻസിൻ്റെ ഒരു കൂമ്പാരമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആരുടെയും കുറ്റമല്ല, നമ്മൾ വിളിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഒരു കംപ്ലയിൻറ്റിൽ നിന്നായിരിക്കും. ഇത് എന്നെ കൊണ്ട് പറ്റണില്ല കേട്ടോ, നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൊട്ട നിറയെ സാധനങ്ങളുണ്ടായിരിക്കും. ഇത് ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് നമ്മൾ എടുത്ത് കമത്തും. അപ്പോൾ എന്താ പറ്റുക, അവിടുന്ന് വിളിക്കുന്ന ആൾക്കാണെങ്കിൽ അവരെടുക്കുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡും അവരുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. അപ്പോൾ അവരിതെല്ലാം കൂടെ റിസീവ് ചെയ്യുമ്പോഴേക്കും അവർ വിചാരിക്കും അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പരാതി, കംപ്ലയിൻറ്റ്, പ്രശ്നങ്ങൾ, എന്നാൽ പിന്നെ വിളി കുറച്ചും കൂടെ കുറയ്ക്കാം എന്നവർ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഫാമിലീസിൽ പറ്റുന്നൊരു കാര്യമാണ്. 2 പേരുടെയും സിറ്റുവേഷൻ എന്താണെന്നുള്ളത് 2 പേർക്കും മനസ്സിലാകാതെ പോകുന്നതിൻ്റെ, അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അതങ്ങോട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്.
ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി കപ്പിൾസ് ആകുമ്പോൾ അല്ലെങ്കിൽ മാരീഡ് കപ്പിൾസ് ആകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ രണ്ടുപേരുടെയും സിറ്റുവേഷൻസ് എന്താണെന്നുള്ളതും, പുരുഷന്മാർ ഇങ്ങനെയായിരിക്കും അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും സ്ത്രീകൾ ഇങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ആ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് കപ്പിൾസിനിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യുന്ന രീതി. നമുക്ക് ആളടുത്തുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടുപേരും നമ്മളൊരു വഴക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കിതിനെ റിസോൾവ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഒന്ന് അടുത്ത് ചെന്നിരിക്കാം, കുറച്ച് നേരം രണ്ടുപേരും അടുത്ത് ചെന്നിരുന്ന് ഒന്ന് അറിയാണ്ട് മുഖത്ത് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരിക്കും. പക്ഷെ ദൂരെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അത് സംഭവിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് കൈ ഹോൾഡ് ചെയ്താലോ ഒന്ന് ഹഗ് ചെയ്താലോ തീരുന്ന പ്രശ്നങ്ങളാണ് പലതും. പക്ഷെ ദൂരെ ആകുമ്പോൾ ഇതൊന്നും വർക്ക് ആവില്ല. അതിപ്പോൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള കപ്പിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സെയിം ആണ്. കോൺഫ്ലിക്റ്റ് നമുക്ക് റിസോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഇടേണ്ട എഫേർട്ടും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടാലാണ് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള എഫേർട്ട് ഇടാൻ രണ്ടുപേരും റെഡി ആവണം. കാര്യം ഇതിൻ്റെ ഇടയിൽ അണ്ടർലൈങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. രണ്ടുപേർക്കും മിസ് ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നേരിട്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുമ്പോൾ മറ്റേ ആളുടെ ലവ് ലാംഗ്വേജ് പോലെ തന്നെ അവരുടെ ഫൈറ്റ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് പ്രശ്നങ്ങൾ അപ്പം തന്നെ പറഞ്ഞു തീർക്കണം. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് പ്രശ്നം അതപ്പം തന്നെ പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി വരുത്തി പോകണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഓപ്പോസിറ്റുള്ള ആൾക്ക് ദേ നീഡ് സം ടൈം, കുറച്ച് സമയം വേണം. അതിനെ ഇപ്പോൾ ആക്ച്വലി എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ളത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം വേണമായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലുള്ള ക്ലാരിറ്റി പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുകളിൽ. അപ്പം അതുകൊണ്ട് അവരുടെ ഒരു ഫൈറ്റ് ലാംഗ്വേജ് എന്താണ്, അവർക്ക് വഴക്കുണ്ടാവുമ്പോൾ എത്രയാണ് സമയം വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കും ഒരു ധാരണ, മറ്റേയാൾ എന്തിനാണ് ഇപ്പം തന്നെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് അവരുടെ ഒരു രീതി അങ്ങനെയാണെങ്കിലേ അവർക്ക് ആങ്സൈറ്റി ഇല്ലാതിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ആരുടെ വഴിക്ക് പോകണം എന്നുള്ളതല്ല, ദർ ഷുഡ് ബി എ ബാലൻസ്. ആ ബാലൻസ് കണ്ടെത്താൻ പറ്റുമ്പോഴാണ് റിലേഷൻഷിപ്പ് സക്സസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. രണ്ട് സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ? മിക്കപ്പോഴും ഇതിലും സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യാനും അല്ലെങ്കിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനും ചെറിയ ചെറിയ സ്നേഹത്തിൻ്റെ ജസ്റ്റേഴ്സ് റിസീവ് ചെയ്യാനും ഇഷ്ടമുള്ളവരാണ് സ്ത്രീകൾ. അവർക്ക് ആ ഒരു കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് മെജോറിറ്റി സ്ത്രീകൾക്കും അതൊരു റിലീഫും ഒരു സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റീഅഷുറൻസും ഒക്കെയാണ്. പക്ഷേ മിക്കപ്പോഴും പുരുഷന്മാരുടെ കേസിൽ സംഭവിക്കുന്നത് ഒരു സമയത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുക. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് മിക്കപ്പോഴും പുരുഷന്മാർക്ക് അതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല, നമ്മൾ ഈ പറയുന്നതൊക്കെ ഒരു മെജോറിറ്റിയുടെ കാര്യമാണ്. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരു റീഅഷുറൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, എവിടെയാണെന്നുള്ള കാര്യമൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, രണ്ടുപേരുടെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ രണ്ടുപേരും സ്നേഹമില്ലാത്തതുകൊണ്ടോ മറ്റേ ആളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതല്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ട് സ്ഥലത്താകുമ്പോൾ ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കും ചോദിക്കാം, ഞാനിപ്പോൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിനക്ക് ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റും? എൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻ്റെ അവസ്ഥ. അപ്പോൾ എങ്ങനെ ഞാൻ ഇതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിനക്ക് ഓക്കെ ആയിരിക്കും എന്നുള്ളത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിറ്റി വരുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരെ ആണെങ്കിലും ടെക്നോളജി നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടുഗദറായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം, രണ്ട് സ്ഥലത്തായിരിക്കുന്നെങ്കിലും ഒരു സിനിമയോ സീരീസോ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു സെയിം റെസിപ്പി രണ്ടുപേരും എടുത്തിട്ട് രണ്ട് ടൈമിൽ കുക്ക് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യുന്നത് പോലും, അപ്പോൾ പോലും നമുക്ക് നമ്മൾ ഇന്ന് സെയിം ഫുഡാണ് ഉണ്ടാക്കിയത് എന്നുള്ള സന്തോഷം പോലും ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റിയേക്കും. ഇതൊക്കെ കുട്ടി കുട്ടി എക്സാമ്പിൾസ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ കോൺഷ്യസ് ആയിട്ട് ആ ഒരു ഇൻറ്റിമസി വർക്ക് ചെയ്യാൻ നമ്മൾ രണ്ടിടത്താണെങ്കിലും നമ്മൾ ടുഗദർ ആണ്
അപ്പോൾ ഡെയിലി നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഇന്ന് ഇതാണ് ഇടുന്നത് എന്നുള്ളത്, ഔട്ട്ഫിറ്റ്സ് ഷെയർ ചെയ്യാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സാണ്. പക്ഷേ ഇതൊക്കെ ഭയങ്കര എഫേർട്ടാണ്. ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി കുട്ടി കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഒരു വലിയ ശല്യമായിട്ട് കണക്കാക്കി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈമിൽ ഈ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് രണ്ട് സ്ഥലത്തായിരിക്കുമ്പോഴും ഇൻറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നിങ്ങൾക്കിടയിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ചില കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജലസി ആൻഡ് ഇൻസെക്യൂരിറ്റി, ഇത് ലോങ് ഡിസ്റ്റൻസിലെ വലിയൊരു വില്ലനാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പാർട്ട്ണർ വേറൊരു സ്ഥലത്തായിരിക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്തിനെക്കുറിച്ചുള്ള വിഷ്വൽസ്, ഇവർ തന്നിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ ഫോട്ടോസ് കണ്ടിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും മെജോറിറ്റിക്കും കൂടുതൽ. ചിലരെങ്കിലും ആണ് ആ സ്ഥലത്ത് പോയിട്ടോ കണ്ടിട്ടോ ഒക്കെ ഉള്ള ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവുള്ളൂ. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് അവർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലും പാർട്ട്ണർ വിദേശത്തും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി ഉണ്ടായിരിക്കും. നമ്മൾ എവിടെയാണ്, നമ്മൾ വീട്ടിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളുടെ സ്ഥലത്തിനെ കുറിച്ച് മറ്റേ ആൾക്ക് അറിയില്ല. മാത്രമല്ല അവർ ആ സ്ഥലത്ത് അവർക്ക് പുതിയ റിലേഷൻഷിപ്പുകൾ, പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവുന്നു, പുതിയ കൂട്ടം ആളുകളെ അവർ കാണുന്നു, സോഷ്യലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കത്ര ഫെമിലിയർ അല്ലാത്തൊരു ഗ്രൂപ്പിലാണ് അവരെന്നറിയുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത് എന്താണ്, എവിടെയാണ് എന്നുള്ള ആ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതൊരു പാർട്ട്ണർ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ ആൾക്ക് കുറച്ച് കൺട്രോളിങ് ആണ്. ഇതെന്താ ഇങ്ങനെ, എന്നെ ഇത്ര വിശ്വാസമില്ലേ, ഇത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേരും ഇത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ദൂരെ ആയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി, എന്നെ വിട്ടു പോവുമോ, എന്നെ കഴിഞ്ഞും നല്ലൊരു കംഫർട്ട് സോൺ വേറെ എവിടെയെങ്കിലും കണ്ടുപിടിക്കുമോ, അത് റിലേഷൻഷിപ്പ് ആയിക്കൊള്ളുന്നില്ല, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും എൻ്റെ കൂടെ ഇരിക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടെ നല്ലൊരു സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്പോൾ എൻ്റെ വാല്യൂ കുറയുന്നുണ്ടോ, എന്നോടുള്ള ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടോ, ഇത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ്. അതുകൊണ്ട് രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, ഇവിടെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ എപ്പോഴും നമുക്ക് തോന്നാറില്ല, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഇപ്പം നിങ്ങൾ ദൂരെ ഒരു രാജ്യത്തായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ കുറച്ചും കൂടി ഇവിടെ സെറ്റിൽഡ് ആയിരിക്കും, അവർ ഓക്കെ ആയിരിക്കും. പക്ഷെ എന്നുമുള്ള സ്ഥലത്തിൻ്റെ ആ ഒരു പ്രിമൈസസിൽ നിങ്ങൾ മാറിയിട്ട് നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാണ്, വേറൊരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നത് ഒരു കോമൺ സീനാണ്. കാര്യം എന്താ, മറ്റേ സ്ഥലത്തിനെക്കുറിച്ച് നമുക്കൊരു വിഷ്വലുണ്ട്. അപ്പോൾ അവരവിടെ സേഫാണ്, ഓക്കെ ആണ്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നൊക്കെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന് നോർമലി ഉള്ളൊരു സ്വഭാവമാണ്, നമുക്കറിയാത്ത എല്ലാത്തിനോടും നമുക്ക് ചെറിയൊരു ആങ്സൈറ്റി തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് ഇവർ മാറുന്നു അല്ലെങ്കിൽ അറിയാത്ത സുഹൃത്തുക്കളുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്നത് വളരെ നോർമലാണ്. അപ്പോൾ അതിനൊരു റീഅഷുറൻസ് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ബാധ്യതയാണ്, അല്ലേ? നമ്മൾ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിനെ സെക്യൂർ ആക്കി നിർത്താൻ വേണ്ടുന്ന ചില റീഅഷുറൻസസ്, ചില തുറന്നുള്ള സംസാരങ്ങൾ, ഹോണസ്റ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ നോക്കും. കാരണം അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹൈഡ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മൾ ഇന്നിപ്പം ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വൈഫിന് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരൊറ്റ പോയിന്റ് മാത്രം അന്നത്തെ ഡേയിൽ നിന്ന് ഹൈഡ് ചെയ്യും. പക്ഷേ ഇത് വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് റിവീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനെ കഴിഞ്ഞ് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക, ഭയങ്കരമായിട്ട് ട്രസ്റ്റിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടി കുട്ടി കാര്യങ്ങളിൽ മാക്സിമം ഹോണസ്റ്റ് ആയിട്ടിരിക്കാൻ, ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുമ്പോൾ. പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫ്യൂച്ചറിലുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, അതും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ അതിനെ ഹെൽത്തി ആക്കുന്ന ഒരു കാര്യമാണ്. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവിടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. മിക്കപ്പോഴും സ്ത്രീകൾക്ക് ലോങ് ടൈം പ്ലാൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ഈ ഫ്യൂച്ചറിലുള്ള വിവാഹം ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇനി കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വീട് വെക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പ്ലാൻസ് ആയിക്കോട്ടെ, എനിത്തിങ് വളരെ ലോങ് ടൈം ആയിട്ടുള്ള പ്ലാനുകളെക്കുറിച്ച്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരു സെക്യൂരിറ്റി ഫീല്, ഇവർ ഈ റിലേഷൻഷിപ്പിൽ ലോങ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് ഒക്കെ കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ. എന്നാൽ മിക്കപ്പോഴും പുരുഷന്മാർ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഷോർട്ട് ടൈം ഗോൾസ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ള പോയിന്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഒരു മെജോറിറ്റിനെ വെച്ചിട്ട് മാത്രം പറയുന്ന കാര്യം, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല.
അപ്പോൾ ഈ ഒരു നമ്മുടെ ഗോൾസിലുള്ളൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസിനെ കുറിച്ച് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് നല്ല അഷ്വറൻസ് കൊടുക്കുന്നൊരു കാര്യമാണ്. അവർക്കതൊരു സമാധാനവും സെക്യൂരിറ്റിയും ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ നല്ല കോൺവെർസേഷൻസ്, കോമൺ ആയിട്ടുള്ള രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള കോൺവെർസേഷൻസ് പുരുഷന്മാർക്ക് നല്ല സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കോൺവെർസേഷൻസ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അത് റാദർ ദാൻ നമ്മുടെ ഇമോഷൻസിന് ബേസ് ചെയ്തിട്ടുള്ള കോൺവെർസേഷൻ ആവാതെ കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടമുള്ള ചില ടോപ്പിക്കുകളുണ്ടല്ലോ, മേ ബി സ്പോർട്സ് ആവാം, പൊളിറ്റിക്സ് ആവാം, നമുക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു കാര്യമായിരിക്കും. പക്ഷെ എന്നാലും അവർക്കത് സംസാരിക്കാനുള്ളൊരു സ്പേസും അത് സംസാരിക്കുമ്പോൾ ജെനുവൻ ആയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയും അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില കോൺവെർസേഷൻസ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം, ഹെൽത്തി ആക്കാം. രണ്ടുപേർക്കും നമ്മുടെ ഇൻട്രസ്റ്റുകൾക്ക് അവർ വാല്യൂ തരുന്നുണ്ട്, ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, എനിക്കവിടെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫീല് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനുകൾ, അതിനുള്ള സ്പേസ് ഓൾവേസ് മെയിൻറ്റെയിൻ. ആൻഡ് 2 ടൈം സോണിലാവുന്നത് വലിയൊരു ചലഞ്ചാണ്. അതും 12 അവേഴ്സിൻ്റെയൊക്കെ ഡിഫറൻസ് ഉള്ള കൺട്രിയിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും അധികം എക്സോസ്റ്റഡ് ആവാത്ത ഒരു സമയം, ആ സമയത്ത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതും റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ രണ്ടുപേർക്കും റീഅഷുറൻസസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും നമുക്ക് ഫോക്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 പാർട്ടിയുടെ സൈഡിൽ നിന്നും നല്ല എഫേർട്ട് വേണം. കാരണം നമ്മൾ ഈ മനുഷ്യന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഒരാളെ കാണുക, നമുക്ക് നമ്മുടെ ഇണയാക്കാൻ പറ്റുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുക, രണ്ടുപേരും തമ്മിൽ സ്നേഹത്തിലാവുക, പ്രത്യുൽപാദനം നടത്തുക, കുട്ടികളുണ്ടാകുക, മൂവ് ഓൺ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പാറ്റേണുകളാണ് വേറെ ഏതൊരു ജീവിയും പോലെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കാണ് നമ്മുടെ പല ചാലഞ്ചസും കാരണം ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ലെവലിലുള്ളൊരു എഫേർട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും രണ്ടുപേരുടെ സൈഡിൽ നിന്നുണ്ട് എങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള എനിക്കുള്ള കുറച്ച് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ചില തോട്ട്സ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ചാലഞ്ചസും ഉണ്ടായിരിക്കും. അപ്പോൾ ഡു കമൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലൂടെ അത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വി ക്യാൻ ഓൾസോ ഹെൽപ്പ്. ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളിലൂടെയോ ട്രസ്റ്റ് ഇഷ്യൂസിലൂടെയോ ഒക്കെ നിങ്ങൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഹെൽപ്പ് യു ത്രൂ അവർ പ്ലാറ്റ്ഫോം ദാറ്റ് ഇസ് കോൾഡ് ബിക്കമിങ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യാനുള്ള ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. യെസ്, അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.